പൊതുജനത്തെ ദുരിതത്തിലാഴ്ത്തിയ ഹർത്താൽ. രജീഷ് ഇപ്പോൾ എവിടെയാണുള്ളത്? പൊതുജനം എങ്ങനെ പ്രതികരിക്കുന്നു? നിരത്തുകളൊക്കെ സജീവമായോ? കൃഷ്ണരാജ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി ഭാഗത്താണ്. ഈ ഭാഗത്തെല്ലാം തന്നെ വാഹനങ്ങളെല്ലാം നമുക്ക് കാണാം സാധാരണ നിലയിലേക്ക് സർവീസ് ആരംഭിച്ചിരിക്കുന്നു. ഈ സമരം തുടങ്ങിയപ്പോൾ തന്നെ ഈ പണിമുടക്കിനോട് അത്രമാത്രം ജനത്തെ സംബന്ധിച്ചിടത്തോളം എതിർപ്പായിരുന്നു. ആവർത്തിച്ച് ഇത്തരത്തിൽ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും എന്താണ് കാരണമെന്ന് പോലും ബോധിപ്പിക്കാൻ സമരക്കാർക്ക്, സാധാരണ സമരാനുകൂലികൾ എന്ന രീതിയിൽ റോഡിലിറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിയാത്ത ഒരു സാഹചര്യം വർഷാവർഷം ഒരു ചടങ്ങ് എന്ന രീതിയിൽ നടത്തുന്നു. AC റൂമുകളിലിരുന്ന നേതാക്കൾ അവർക്ക് പുറത്തിറങ്ങാൻ കിട്ടുന്ന ഒരു അവസരം എന്ന രീതിയിൽ, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ അവർ പുറത്തിറങ്ങുന്ന ഒരു സുദിനം എന്ന രീതിയിൽ മാത്രം പണിമുടക്കുകൾ മാറുന്ന സ്ഥിതിയാണ് നമുക്ക് കാണുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം. ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പണിമുടക്കുകളെ അവർ കാണുന്നത് എന്നത് സംബന്ധിച്ച്. ഇന്ന് ഒരു പണിമുടക്ക് ദിവസമാണ്. വർഷാവർഷം ഇത്തരത്തിൽ CITUവിന്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്നു. INTUC അതിന്റെ കൂട്ടുപിടിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. എങ്ങനെയാണ് ഈ ആവർത്തിക്കുന്ന സമരങ്ങളെ നിങ്ങളൊക്കെ കാണുന്നത്? ഞങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഇന്നത്തെ ഹർത്താൽ പൂർണ്ണ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ പൂർണ്ണ രാഷ്ട്രീയ പാർട്ടി ഹർത്താൽ നടത്തിയ പാർട്ടികളെ സംബന്ധിച്ച് പരാജയമാണ്. കാരണം ജനങ്ങൾ പാടെ തള്ളിക്കളഞ്ഞു. ഈ കേരളം എന്ന സംസ്ഥാനത്ത് മാത്രം നടത്തിയ ഹർത്താൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഹർത്താലിൻ്റെ അല്ലെങ്കിൽ പൊതുപണിമുടക്കിൻ്റെ ആവശ്യം എന്താ? കാരണം ഉള്ളയിൽ ഭേദം കഴിഞ്ഞ കോൺഗ്രസ് മന്ത്രിസഭയിലേക്ക് ഇവിടുന്ന് ഉള്ളയിൽ ഭേദം തൊമ്മെന്നുള്ള രീതിയിൽ നരേന്ദ്രമോദിയാണ് ഇപ്പോൾ ഏറ്റവും നല്ലോണം ഭരണം കാഴ്ചവെക്കുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതികൾക്ക് അവർക്ക് ഗുണം കിട്ടുന്നത് സാധാരണക്കാർക്കാണ്. അപ്പോൾ ആ ഗുണത്തെ തേജോധം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പം നിലവിൽ ഭരണകർത്താക്കൾ, ഈ കേരളത്തിലെ ഭരണകർത്താക്കൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പറഞ്ഞു കുറുവാ സംഘം എന്നൊക്കെ പറഞ്ഞു. അത് കറക്റ്റാണ് പുള്ളി പറഞ്ഞത്. ആ കുറുവാ സംഘമാണ് ഇപ്പം ഹർത്താലിന് നേതൃത്വം. ഈ ഒരു പണിമുടക്ക് ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ നമ്മളെപ്പോലെ സാധാരണ ആളുകൾക്ക് എങ്ങനെയാണ് ജോലിക്ക് പോകുന്ന ആളുകളുണ്ടാവും, അവരൊക്കെ വളരെയധികം രോഗികളുണ്ട്. അത്തരം വാഹനങ്ങളോട് പോലും ഏതെങ്കിലും ഒരു ഇളവുകൾ കാണിക്കാത്ത ആളുകളാണ് ഈ സമരക്കാരിൽ പലരും. ഈ സമരം ശരിക്കും പറഞ്ഞാൽ ജനവിരുദ്ധമായിട്ടുള്ളൊരു സമരമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നു. കേന്ദ്രം മുഴുവനും സമരം പണിമുടക്ക് നടത്തുമെന്നാണ് പറഞ്ഞത്. എന്ത് കേന്ദ്രം? ഇത് ശരിക്കും പറഞ്ഞാൽ പാറശാല മുതൽ മഞ്ചേശ്വരം വരെ മാത്രമുള്ളൊരു സമരമാണ്. ഇവർ പറയുന്നത് ഈ കോൺഗ്രസ് UPA മുന്നണിയുടെ ട്രേഡ് യൂണിയൻ, അതായത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന ഈ സമരം എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ ഇവരില്ലേ, ബാംഗ്ലൂരില്ലേ, കർണാടകയിലില്ലേ, UPയിലില്ലേ, ഇവിടെ എങ്ങും സമരമില്ലല്ലോ. ഈ കേരളത്തിൽ മാത്രം ഈ പാറശാല മുതൽ ഈ പറയുന്ന ഈ മഞ്ചേശ്വരം വരെ സമരം. പിന്നെ കാർഷിക വിരുദ്ധ നയങ്ങൾക്കെതിരെ സമരം എന്ന് പറഞ്ഞത് 2000 രൂപ വെച്ചിട്ടാണ് കേന്ദ്ര സർക്കാർ കർഷകർക്ക് കിസാൻ സമ്മാൻ നിധി കൊടുത്തുകൊണ്ടിരിക്കണേ. 8 മന്ത്രിമാർ കേരളത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ മന്ത്രിമാർ വരെ ഉണ്ടായിരുന്നിട്ട് 1 രൂപ ഏതെങ്കിലും ഒരു കർഷകർക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു നയം ഈ കോൺഗ്രസ് സർക്കാർ UPA ഭരിച്ചിരുന്ന കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞതുപോലെ, അതായത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമായി, അതായത് രാവിലെ മുതൽ നിരവധി മെസ്സേജുകൾ വരുന്നതാണ്. കാരണം മറ്റ് സ്ഥലങ്ങളിൽ ബംഗളൂരിൽ നിന്ന് അടക്കമുള്ള ആളുകളെല്ലാം പറയുന്നത് ഇവിടെയൊന്നും സമരത്തിൻ്റെ യാതൊരു പ്രതീതിയുമില്ല. അത് മുംബൈയിലാണെങ്കിലും തൊട്ട് അടുത്ത മറ്റ് സംസ്ഥാനങ്ങളിലെ നഗരകേന്ദ്രങ്ങളിലാണെങ്കിലും അവിടെ ഒന്നും തന്നെ ഇതൊന്നും ബാധിക്കുന്ന ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു സമരത്തെ കാണുന്നത്? ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് പോകുന്ന ആളുകളുണ്ട്, KSRTC ബസ്സുകളെ ആശ്രയിച്ച് ഗതാഗതത്തിന് പോകുന്ന ആളുകളുണ്ട്, കടകൾ തുറക്കാത്തൊരവസ്ഥ. എങ്ങനെയാണ് ഈ ബുദ്ധിമുട്ട്? നമുക്ക് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എല്ലാവർക്കും സ്വന്തമായിട്ട് വാഹനങ്ങളില്ലല്ലോ. അപ്പോൾ അത് പണിമുടക്കി പ്രത്യേകിച്ച് സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുക. സ്ത്രീകൾക്കാണ് വാഹന സൗകര്യങ്ങൾ കുറവുള്ളത്. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിൽ അതൊരു ലക്ഷ്യമില്ല. അതെ 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 നമുക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക കൂടുതലും. ഇതാണ് സാധാരണ ഇത്തരത്തിൽ ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടി. എന്താണ് ഇതിനോട് പറയാനുള്ളത്? പൊതുവെ പറഞ്ഞാൽ ഈ കേരളത്തിൽ മാത്രമുള്ള LDFന്റെ ഒരു ആഘോഷമാണ് ഇത്. ഒരിക്കലും ഒരു പണിമുടക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ പേരിൽ പറഞ്ഞ് കേന്ദ്ര സർക്കാരിൻ്റെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വർഷത്തിൽ ഒരു 2 ഹർത്താൽ അല്ലെങ്കിൽ ബന്ദ് നടത്തിയാലേ അവർക്കൊരു തൃപ്തിയുള്ളൂ. അവരുടെ ഒരു ഉത്സവമാണത്. അതിൽ കൂടുതൽ വേറെ ഒന്നും ഇല്ല.
ഇത്തരത്തിൽ മാറുന്ന ആളുകളുടെ മനസ്ഥിതി പോലും മനസ്സിലാക്കുന്നില്ല. പുതിയ യുവത്വമടക്കം പുതിയ തലമുറ ഇത്തരം സമര രീതികളോട് ഒരു തരത്തിലും സമരസപ്പെടുന്ന ആളുകളല്ല. അവരെ ഇതിനോട് വലിയ തോതിൽ എതിർപ്പുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഈ സമരാഭാസങ്ങൾ ഇടത് വലത് മുന്നണികൾ അവരുടെ ട്രേഡ് യൂണിയനുകളുടെ പേരിൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. പല ഘട്ടങ്ങളിലും പലപ്പോഴും ഒറ്റ വാക്കിൽ കേന്ദ്ര നയങ്ങൾക്കെതിരെ എന്ന ഒരു വരിയിൽ പറയുന്നു. അതെന്തെല്ലാമാണ് കേന്ദ്ര നയങ്ങൾ എന്ന് ചോദിച്ചാൽ പോലും കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിയാത്ത ആളുകളായി മാറിയിരിക്കുകയും ചെയ്യുന്നു. ഈ സമരത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടെല്ലാം അനുഭവിച്ച ആളാണോ? ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് 56 വയസ്സായി. ഞാൻ ജനിച്ച് വളർന്ന മുതൽ പല ഇതേപോലെ സമരങ്ങളും കണ്ടിട്ടുണ്ട്. ഈ സമരങ്ങൾ കൊണ്ട് അതിനുശേഷം ഏതെങ്കിലും സമരത്തിന് നേട്ടം ഉണ്ടായിട്ടുണ്ടെന്ന് ഇവർക്ക് എല്ലാ പാർട്ടികളും മാർക്സിസ്റ്റ് പാർട്ടി, BJP, കോൺഗ്രസ്, എല്ലാ പാർട്ടികൾക്കും ആർക്കെങ്കിലും ഉത്തരം ലോക്സഭയിലെ രാജ്യസഭയിലെ പറയാൻ ഇതേവരെ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ സമരം ഞാൻ ഇന്ന് കാലത്ത് പത്രം വായിച്ച് പല കാര്യങ്ങളും ലോക്സഭയിലും രാജ്യസഭയിലും പറയേണ്ട കാര്യങ്ങളാണ്. അത് ജനങ്ങളും ബുദ്ധിമുട്ടിച്ചിട്ട് ആകണോ? ഇവരെ നമ്മ എന്തിനാണ് തിരഞ്ഞെടുത്ത് വീറുന്നത്? ഇവിടെ MP ഉണ്ട്, MLA ഉണ്ട്, കൗൺസിലറുണ്ട്, എല്ലാവരും ഉണ്ട്. ഓരോരുത്തരും പറയേണ്ടത് അവരെ ഡയസിലാണ് പറയേണ്ടത്. എല്ലാ ജനങ്ങളും ബുദ്ധിമുട്ടിച്ചിട്ടാണ്. കൃഷ്ണൻ, ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. അതായത് പാർലമെന്റിൽ ഇത്തരം വിഷയങ്ങളുണ്ട് എങ്കിൽ പാർലമെന്റിൽ അത് ഉന്നയിക്കാനുള്ള അവസരങ്ങളുണ്ട്, അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുണ്ട്, അവർക്ക് ആ ആവശ്യങ്ങൾ ഓരോന്നായി അവിടെ ഉന്നയിക്കാൻ കഴിയും, അതിന് പരിഹാരം കാണാൻ കഴിയുമെന്നിരിക്കെ എന്തിനാണ് ഇത്രയധികം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, ഇത്രയധികം ജനങ്ങളെ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ, കാരണം സ്വാഭാവികമായും മറ്റു ജനങ്ങൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ആളുകളാണ്. ഒരു തരത്തിലും CITUവിൻ്റെയും INTUCയുടെയും ഈ പണിമുടക്ക് സമര ആഭാസ രീതികളോട് അംഗീകരിക്കാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ബംഗളൂരുവിലാണെങ്കിലും മുംബൈയിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ഒന്നും തന്നെ ഈ സമര രീതികളില്ല. അത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാഴ്ചയെന്ന് രാഷ്ട്രീയ ഭേദമില്ലാതെ, അതായത് ആളുകളെ ഇവരെല്ലാം സംബന്ധിച്ചിടത്തോളം പലപ്പോഴും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതായിരിക്കുമെങ്കിൽ കൂടി ഈ പണിമുടക്കിനോട് ഒരു തരത്തിലും അവർ അംഗീകരിക്കുന്നില്ല. ആ വാക്കുകൾ തന്നെയാണ് നമ്മൾ കൃത്യമായി തന്നെ അവരിൽ നിന്ന് കേട്ടത്. അതിനോടുള്ള ശക്തമായ പ്രതികരണം തന്നെയാണ്. ഇത്തരത്തിലുള്ള സമരങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ, ഇത് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സമരങ്ങൾ ആവർത്തിക്കുകയാണ് എങ്കിൽ ഈ മുന്നണികളും ഈ ട്രേഡ് യൂണിയനുകളും ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകന്നു പോകുന്ന സ്ഥിതിയും, ഇത്തരം സമരരീതികൾ നടത്താതെ തന്നെ വികസന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന, അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന സംഘടനകൾ ശക്തമായി മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് കേരളത്തിൽ സംജാതമാകുന്നത്. ജനങ്ങളുടെ പ്രതികരണം തന്നെയാണ് ജിജീഷ് നമ്മളോടൊപ്പം പങ്കുവച്ചത്.